പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ്. പക്ഷേ ഇങ്ങനെ സമയം പറഞ്ഞ് കറണ്ട് പോയിരുന്നെങ്കിൽ പോലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉരുളയെടുത്ത് വായിൽ വയ്ക്കുന്ന സമയത്ത് ടപ്പ് കറണ്ട് അങ്ങ് പോയി. ഇതാണ് അവസ്ഥ. ആർക്കും അറിയില്ല എപ്പോൾ പോകുമെന്നോ എപ്പോൾ വരുമെന്നോ. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തിൽ വലഞ്ഞിരിക്കുകയാണ് ജനം. വൈദ്യുതി നിയന്ത്രണത്തിന് കൃത്യമായ സമയക്രമമില്ലാത്തതാണ് പ്രതിസന്ധി. തലമുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ചേട്ടൻ തലമുടി ഇങ്ങനെ വെട്ടി ഇങ്ങനെ സ്റ്റൈലായിട്ട് വരുമ്പോഴേക്ക് ക്ലിക്ക് കറണ്ട് അങ്ങ് പോകും. നിയന്ത്രണത്തിൻ്റെ സമയത്തിലും കൃത്യമായ ദൈർഘ്യമില്ല. ചിലയിടങ്ങളിൽ അരമണിക്കൂർ മുകളിലും നിയന്ത്രണമുണ്ടെന്നാണ് ആക്ഷേപം. വൈദ്യുതി മുടങ്ങുന്ന കൃത്യസമയം അറിയിക്കണമെന്നാണ് ആളുകളുടെ ആവശ്യം. അതേസമയം വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് KEB. റൗണ്ട് ക്ലോക്ക് അടിസ്ഥാനത്തിലാണ് വൈദ്യുതി വാങ്ങുക. റെഗുലേറ്ററി കമ്മീഷൻ അനുമതി ലഭിച്ചാൽ 2 ദിവസത്തിനകം വൈദ്യുതി ലഭ്യമായി തുടങ്ങും. സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. സുനിഷ, കറണ്ട് പോകുന്നതേ സഹിക്കാം, പക്ഷേ അത് എപ്പോൾ പോകുന്നു എന്തെങ്കിലും അറിയാൻ കഴിയണ്ടേ? അതും സാധ്യമല്ല എന്ന അവസ്ഥയിലാണ് വലയുകയാണ് ജനം. എന്താണ് സർക്കാരിന് മുന്നിലെ പരിഹാരം? വൈദ്യുതിയൊക്കെ വാങ്ങാൻ പോകുന്നു. റെഗുലേറ്ററി കമ്മീഷൻ ഒരു അനുമതി നൽകിയാൽ 2 ദിവസത്തിനകം പ്രശ്നമൊക്കെ പരിഹരിക്കുമോ സുനീഷ? ഗുഡ് മോർണിംഗ് അരുൺ. പ്രശ്നം പരിഹരിക്കുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും പരിഹരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. കാരണം 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള ഒരു തീരുമാനം KEB എടുത്തിട്ടുണ്ട്. അതിൽ റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം അറിയേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ പോലും കേരളത്തിന്റെ ആവശ്യത്തിന് ആ വൈദ്യുതി മതിയാകുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. നമുക്ക് 600 മെഗാവാട്ട് വൈദ്യുതിയൊക്കെയാണ് ആവശ്യമായി, ഇനിയും കൂടുതൽ ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഉടനൊന്നും ആ പരിഹാരം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ നിയന്ത്രണം ഇങ്ങനെ തുടരുമെന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ പറഞ്ഞതുപോലെ ഇന്ന സമയത്ത് കറണ്ട് പോകുമെന്നുള്ളതാണെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ തന്നെ ഈ കറണ്ട് പോയ സമയത്തൊക്കെ ആളുകളോട് സംസാരിക്കുമ്പോൾ പറയും ഈ 7 മണിക്ക് പോകും അല്ലെങ്കിൽ 8 മണിക്ക് പോകുമെന്നുള്ളതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് 7 മണിക്കാണ് പോയതെങ്കിൽ നാളെ 8:30 പോകുന്നു, മറ്റിടക്ക് 12 മണിക്കായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ KEB പറയുന്ന അതിനുള്ളൊരു വിശദീകരണം എന്ന് പറയുന്നത് പീക്ക് ടൈമിൽ എവിടെയാണോ പീക്ക് ടൈമായി മാറുന്നത് ആ ഭാഗത്ത് ആണ് ഈ കറണ്ട് കട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൃത്യമായി നേരത്തെ തന്നെ മുൻകൂട്ടി ഒരു വിവരം നൽകാൻ കഴിയാത്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അറിയേണ്ടതില്ല. ഈ പറഞ്ഞതുപോലെ ചോറുണ്ണുന്ന സമയത്തൊക്കെയാണ് കറക്റ്റ് കറണ്ട് പോകുന്നത്. അത് 15 മിനിറ്റ് ആണെങ്കിൽ ഒരു 15 മിനിറ്റ് കാത്തു നിന്നാൽ മതി. ചില നേരത്ത് 15 മിനിറ്റ് ആണ്, ചില നേരത്ത് അത് അരമണിക്കൂറാണ്. ചില നേരത്തെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ ശരി പോയി കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിച്ചെങ്കിൽ 10 മണിക്ക് വീണ്ടും പോകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വലിയ പ്രതിസന്ധി വലഞ്ഞിരിക്കുന്നു ജനങ്ങൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ KEB സംബന്ധിച്ചിടത്തോളം KEB പറയുന്ന ഒരു കാര്യം നിയന്ത്രണമല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല എന്നുള്ളതാണ്. ഇനി മറ്റു വഴികളെല്ലാം പ്രതിസന്ധി മറികടക്കാൻ തേടുന്നുണ്ടെങ്കിൽ പോലും നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ റൗണ്ട് ക്ലോക്ക് അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങാനുള്ള ഒരു തീരുമാനമാണ് KEB എടുത്തിട്ടുള്ളത്. അത് 200 മെഗാവാട്ടാണ്. അതിനാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷന് പെറ്റീഷൻ നൽകിയിട്ടുള്ളത്. പക്ഷേ അരുൺ, അതിലും ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത് നമ്മൾ രാത്രിയിലും പകലും ഈ വൈദ്യുതി വാങ്ങണം. അതുകൊണ്ടാണ് ഈ റൗണ്ട് ക്ലോക്ക് സംവിധാനമായി മാറുന്നത്. പക്ഷേ പകൽ നമുക്ക് കൂടുതൽ വൈദ്യുതി ഉണ്ട് താനും. അപ്പോൾ ഈ വൈദ്യുതി ഉപയോഗിച്ചില്ലെങ്കിൽ ഫൈൻ വീണ്ടും കൊടുക്കേണ്ട ഒരു സ്ഥിതിയാവും. അങ്ങനെ ഈ തുകയെല്ലാം കൂടി ഇതൊരു താരിഫായി മാറുമോ അല്ലെങ്കിൽ വൈദ്യുതി ചാർജായി മാറുമോ എന്നുള്ളൊരു സംശയം കൂടി മറുവശത്ത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഏറ്റവും വലിയ ആശങ്ക ഇത് എപ്പോൾ പോകും എപ്പോൾ വരും എന്നതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രേക്ഷകർ പറയുന്നു, നിങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ കുറച്ചുകൂടി വിശ്വാസതയോടുകൂടി കൊടുക്കൂ. സർക്കാർ മാറിയതുകൊണ്ടല്ലോ വൈദ്യുതി നിയന്ത്രണം സർക്കാരിന്റെ കുഴപ്പമല്ല, പ്രകൃതി സർക്കാരിന്റെ കയ്യിലല്ലല്ലോ. കുറച്ചൊക്കെ വാസ്തവമൊക്കെ റിപ്പോർട്ട് ചെയ്തൂടെ എന്ന് ഗിരീഷ് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഗിരീഷ്, നമ്മൾ പലതവണ പറയുന്നുണ്ട് എല്ലിനോ പ്രതിഭാസം UDF കൊണ്ടുവന്നതല്ലല്ലോ. പക്ഷെ പ്രശ്നമല്ല, എപ്പോൾ കറണ്ട് പോകും എപ്പോൾ കറണ്ട് വരും എന്നുള്ളത് അറിയാനുള്ളൊരു അവകാശം നമുക്കില്ലേ? പല്ലെടുത്തോണ്ടിരിക്കുന്ന ദന്ത ഡോക്ടർ പല്ലെടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും കറണ്ട് അങ്ങ് പോകുന്നത്. തലമുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചേട്ടൻ നമ്മുടെ സ്റ്റൈലായിട്ട് തലമുടിയൊക്കെ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കറണ്ട് അങ്ങ് പോകുന്നത്. ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കറണ്ട് അങ്ങ് പോകുന്നത്. ഇതൊക്കെയല്ലേ പ്രശ്നം. അതുകൊണ്ട് കൃത്യസമയം പാലിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിദേശ രാജ്യങ്ങളിലെങ്ങാനും ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ ആ സർക്കാരിനെ ആ നിമിഷം പിരിച്ചുവിടാൻ ഇത് മതി. ജനങ്ങൾ തെരുവിലിറങ്ങൂലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായ സമയം പറയണം. ഈ സമയത്ത് ഇപ്പോൾ കറണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മളതിന് തയ്യാറെടുപ്പ് മെഴുകുതിരിയുമായിട്ടൊക്കെ ഇരിക്കുമെന്നേ.